വെള്ളത്തിൽ എങ്ങനെ ഫ്ലോട്ട് ചെയ്ത് നിൽക്കാൻ പറ്റും, വെള്ളത്തിൽ എങ്ങനെ നിൽക്കാൻ പറ്റും, വെള്ളത്തിൽ വാട്ടർ ട്രെഡിങ് എങ്ങനെ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് എപ്പോഴും വരുന്ന ഒരു കമന്റ് ആണ്. ഞാൻ എല്ലാവരുടെ അടുത്തും പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇതിന്റെ ഒരു വലിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ യൂട്യൂബിൽ ചെയ്തിട്ടുണ്ട്, ഷോർട്ട് എത്രയും വേഗം എടുക്കാന്ന് പറഞ്ഞിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് അതിനെ കുറിച്ച് പറയാനായിട്ടാണ് വന്നിരിക്കുന്നത്. വാട്ടർ ട്രെഡിങ് എങ്ങനെ ഈസി ആയിട്ട് ചെയ്യുമെന്നുള്ളതാണ് ഇന്ന് പറയാനായിട്ട് വന്നിരിക്കുന്നത്. വാട്ടർ ട്രെഡിങ്ങിലാണ് എനിക്കൊരു വേൾഡ് റെക്കോർഡ് ഉള്ളത്, അതുകൊണ്ട് എനിക്കത് കൃത്യമായിട്ട് പറഞ്ഞു തരാനായിട്ട് സാധിക്കും. 3 തരത്തിൽ നമുക്ക് വാട്ടർ ട്രെഡിങ് ചെയ്യാനായിട്ട് സാധിക്കും. അതിന്റെ 3 എണ്ണത്തിന്റെ ഹാൻഡിന്റെ മൂവ്മെന്റ് ഒക്കെ ഒരേപോലെയാണ്. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്, വെള്ളത്തിന്റെ മുകളിൽ കൂടെ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. അത് മാക്സിമം കൈ സ്ട്രെച്ച് ചെയ്തതിനു ശേഷം മുകളിലും താഴ്ത്തും ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷെ എനിക്ക് കൂടുതലും ഈസി ആയിട്ട് തോന്നിയിട്ടുള്ളത് അടിയിലേക്ക് പുഷ് ചെയ്യുന്നു, എന്നിട്ട് കൈ മുകളിലേക്ക് ഇങ്ങനെ പൊന്തിക്കുന്നു. അടിയിലേക്ക് പുഷ് ചെയ്യുന്നു, കൈ മുകളിലേക്ക് പൊന്തിക്കുന്നു. ഈ പൊന്തിക്കുന്ന സമയത്ത് ഇങ്ങനെ തന്നെ പൊന്തിക്കരുത്, അപ്പോൾ വെള്ളത്തിൽ അടിയിലേക്ക് പോകും. അടിയിലേക്ക് പുഷ് ചെയ്തതിനു ശേഷം ഇങ്ങനെ പൊന്തിക്കാം. ഇതാണ് എനിക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് തോന്നിയിട്ടുള്ളത്. പക്ഷെ കൂടുതൽ ആൾക്കാരും ഇതാണ് ഈസി എന്നാണ് പറയുന്നത്. നിങ്ങൾ ഏതാണോ ഈസി ആയിട്ട് തോന്നുന്നത് അതനുസരിച്ച് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി കിക്കിങ്ങിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ 3 തരത്തിലുള്ള കിക്കിംഗ് ഉണ്ട് നമുക്ക് വാട്ടർ ട്രെഡിങ്. അതിൽ ബ്രസ്റ്റ് സ്ട്രോക്കിന്റെ കിക്കിന്റെ ഒരു പൊസിഷൻ നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. പ്രോപ്പറായിട്ട് ബ്രസ്റ്റ് സ്ട്രോക്ക് അല്ല വരുന്നത്, ആ ഒരു ജസ്റ്റ് പറയുമ്പോൾ നമുക്ക് അങ്ങനെ വേണമെങ്കിൽ പറയാം. രണ്ടാമതുള്ളത് സൈക്ലിംഗ് വരുന്നുണ്ട്, നമ്മുടെ നാടൻ ശൈലിയാണ് വരുന്നത്. പിന്നെ റൊട്ടേഷൻ വരുന്നുണ്ട്, ഒരു കാല് ഇങ്ങോട്ട് തിരിയുമ്പോൾ മറ്റേ കാല് ഓപ്പോസിറ്റ് തിരിയണം. ഈ 3 രീതിയിലാണ് വാട്ടർ ട്രെഡിങ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുക. പക്ഷെ ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് ബ്രസ്റ്റ് സ്ട്രോക്കിന്റെ കിക്കിംഗ് ഞാൻ പറഞ്ഞില്ല, ഞാൻ അതാണ് കൂടുതലും ചെയ്യുന്നത്. അതാണ് കൂടുതലും ഈ സ്വിമ്മേഴ്സ് ആയിട്ടുള്ള ആൾക്കാരും ഈ ലൈഫ് ഗാർഡുമാരായിട്ടുള്ള ആൾക്കാരൊക്കെ ഒട്ടുമിക്ക ആൾക്കാർ കൂടുതലും ചെയ്യുന്നത് ഇതാണ്. പിന്നെ ചെയ്യുന്നത് കാല് റൊട്ടേറ്റ് ചെയ്യണതാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതെങ്ങനെ ചെയ്യാന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. നമ്മള് ഇതുപോലെ ഒരു വോളിലൊക്കെ ഇങ്ങനെ കൈ വെച്ചിട്ട് ഇതുപോലെ കിക്ക് ചെയ്ത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഈ കിക്കാണ് നമുക്ക് വാട്ടർ ട്രെഡിങ് ചെയ്യുന്ന സമയത്ത് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് ഈസി ആയിട്ട് ചെയ്യണ രീതിയിൽ നമ്മൾ ചെയ്യണം. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, കൈ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയിട്ട് ചെയ്യാൻ പറ്റുന്നുള്ളത്. ഇത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുമെന്ന് പറയണവരുണ്ട്, പക്ഷെ എനിക്ക് പേഴ്സണലി ഇതാണ് ഈസി ആയിട്ട് തോന്നിയത്. അടിയിലേക്ക് കൈ എടുക്കണം, മുകളിലേക്ക് പൊന്തിക്കണം എന്നുള്ളത്. ഇത് നമ്മൾ ആദ്യമൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരു സെക്കൻഡുകളൊക്കെ ആയിരിക്കും ചെയ്യാൻ പറ്റുക. ഒരു 10 സെക്കൻഡ് 15 സെക്കൻഡ് ഒക്കെ ആയിരിക്കും ചെയ്യാൻ പറ്റുക. പിന്നെ അത് മിനിറ്റുകളിലേക്ക് മാറ്റാനായിട്ട് നോക്കാം. ഒരു 5 മിനിറ്റ് ഒക്കെ നിന്ന് കഴിഞ്ഞാൽ ഓക്കെ, നോർമലി അടിപൊളിയായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഞാനിതൊരു 8 മണിക്കൂർ ചെയ്തിട്ടാണ് വേൾഡ് റെക്കോർഡ് എനിക്ക് കിട്ടിയത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ജസ്റ്റ് ലൈക്ക് ചെയ്യുക, ഒപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.